ഇടുക്കി അടിമാലിയിൽ ദേശീയപാതയ്ക്കരികിൽ വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണ് ഗൃഹനാഥന് ദാരുണാന്ത്യം. കൂമ്പൻപാറ ലക്ഷം വീട് ഉന്നതിയിലെ ബിജു ആണ് മരിച്ചത്. ഇന്നലെ രാത്രി 10 മണിയോടുകൂടിയാണ് 6 വീടുകൾക്ക് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണത്. പുലർച്ചെ 5 മണിവരെ രക്ഷാപ്രവർത്തനം തുടർന്നു. ബിജുവിനെ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് പുറത്തെടുത്തുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ബിജുവിന്റെ ഭാര്യ സന്ധ്യയെ പുലർച്ചെ 3:30 ദൗത്യസംഘം രക്ഷപ്പെടുത്തിയിരുന്നു. മണ്ണിടിച്ചിൽ ഭീഷണി ഉണ്ടായിരുന്നതിനാൽ 22 കുടുംബങ്ങളെ ഈ പ്രദേശത്ത് നിന്ന് ഇന്നലെയാണ് മാറ്റിപ്പാർപ്പിച്ചത്. നമുക്കൊപ്പം വിവരങ്ങളുമായി ബിനിലും ജെയിനസ് രാജുവും ചേരുന്നുണ്ട്. ആദ്യം ജെയിനിലേക്കാണ്. ഇന്നലെ ഈ അപകട സ്ഥലത്തേക്ക് ആദ്യം എത്തിയതും ജെയിനാണ്. ജെയിൻ, ഇന്നലെ രാത്രി 10 മണിയോടുകൂടിയാണ് ഈ അപകടമുണ്ടാകുന്നത്. അത് കഴിഞ്ഞ് വെല്ലുവിളി നിറഞ്ഞ രക്ഷാപ്രവർത്തനമായിരുന്നു. ശബ്ദമൊക്കെ കേട്ട ആളുകൾ എത്തി. അത് കഴിഞ്ഞ് പോലീസ് എത്തുന്നു, ഫയർഫോഴ്സ് എത്തുന്നു, കളക്ടറും MLAയും മന്ത്രിയടക്കം അവിടേക്ക് ആ സമയത്ത് ഇന്നലെ രാത്രി തന്നെ എത്തിച്ചേർന്നിരുന്നു. ഇന്നലെ ആ 10 മണി മുതൽ ഇന്ന് ആ രക്ഷാപ്രവർത്തനം അവസാനിക്കുന്നത് വരെ ഉണ്ടായ കാര്യങ്ങൾ ഒന്ന് വിശദമായി പറയാമോ ജെയിൻ? കാരണം ഇന്ന് രാവിലെ ആ ദൃശ്യങ്ങൾ കാണുമ്പോഴാണ് ആ ദുരന്തത്തിന്റെ ആഘാതം നമുക്ക് ബോധ്യമാകുന്നത്. വെളിച്ചം വീഴുമ്പോഴാണ് എത്രത്തോളം വലിയൊരു ദുരന്തമാണ് ആ ഭൂമിയിൽ ഉണ്ടായതെന്ന് നമ്മൾ കണ്ട് മനസ്സിലാക്കുന്നത്. ആര്യ, ഇന്നലെ രാത്രി 10 മണിയോടുകൂടിയാണ് ദേശീയപാതയ്ക്ക് മുകളിൽ നിന്ന് വലിയ മലയുടെ ഒരു ഭാഗം ഇടിഞ്ഞ് താഴേക്ക് പതിക്കുന്നത്. താഴത്തുണ്ടായിരുന്ന 6 വീടുകൾക്ക് മുകളിലേക്കാണ് ഈ മണ്ണ് വന്ന് വീണത്. ഇതിൽ ഏറ്റവും അടുത്തുണ്ടായിരുന്നത് ബിജുവും സന്ധ്യയും താമസിച്ചിരുന്ന വീടായിരുന്നു. ആ വീട് ഏതാണ്ട് പൂർണ്ണമായും തകർന്നു. ഈ 2 പേരും തൊട്ടടുത്ത് വീട്ടിലേക്ക് മാറിയിരുന്നു, അവരുടെ തറവാട്ട് വീട്ടിലേക്ക് മാറിയിരുന്നു. പക്ഷേ ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ സമയത്ത് ഈ തകർന്ന വീട്ടിലേക്ക് എത്തിയത്. ആ സമയത്താണ് ഇവർ അപകടത്തിൽപ്പെട്ടത്. ഏതാണ്ട് 5.5 മണിക്കൂർ രക്ഷാപ്രവർത്തനം നീണ്ടു. അതായത് സന്ധ്യയെ പുറത്തെടുക്കാൻ മാത്രം 5.5 മണിക്കൂർ രക്ഷാപ്രവർത്തനം നീണ്ടു. ഇപ്പോൾ നമ്മളോടൊപ്പം ഡീൻ കുര്യാക്കോസ് MP ഉണ്ട്. അദ്ദേഹം ഈ രക്ഷാപ്രവർത്തനത്തിന്റെ ആദ്യഘട്ടം മുതൽ തന്നെ ഉണ്ടായിരുന്നു. നമ്മൾ ഈ ആളെ കണ്ടെത്തി, പക്ഷേ രക്ഷാപ്രവർത്തനം ഏറെ വൈകിപ്പോയി. എന്താണ് ഒരു പ്രതിസന്ധിയായി മാറിയത്? അതായത് ജീവനോടുകൂടി തന്നെ ആളെ പുറത്തെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സമയമാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഒരു ആക്സിഡൻറ്റ് പറ്റി കിടക്കുന്ന ഒരാൾ ജീവനുണ്ട് എങ്കിൽ സ്വാഭാവികമായും നമുക്ക് മെഷീനറീസ് ഉപയോഗിക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവർക്ക് അത്യാഹിതം ഉണ്ടാകാതെ വളരെ സേഫായി അവരെ പുറത്തെത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞതുപോലെ 4 മണിക്കൂറിലധികം സന്ധ്യ എന്ന് പറയുന്ന വീട്ടമ്മയെ പുറത്തെടുക്കാൻ വേണ്ടി സമയം കൂടുതലായിട്ട് എടുത്തിട്ടുള്ളത്. അല്ലാതെ മറ്റപാകതകളൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ പിന്നീട് അടുത്തയാളെ ഈ പറഞ്ഞതുപോലെ മുഴുവൻ ഡെപ്പോസിറ്റും അദ്ദേഹത്തിൻ്റെ ദേഹത്തായിരുന്നു. അപ്പോൾ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. അപ്പോൾ അത് വളരെ പെട്ടെന്ന് തന്നെ റിക്കവർ ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും സമയമെടുത്തതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത് അവരെ ജീവനോടുകൂടി പുറത്തെടുത്ത് സേഫാക്കി മാറ്റുക എന്നുള്ള ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ ഈ ആളുകളൊക്കെ സാധനങ്ങളൊക്കെ വാരിക്കെട്ടി പോവുകയാണ്. ഒറ്റ ദിവസം കൊണ്ട് വഴിയാധാരമായി പോയ മനുഷ്യരാണ്. ഇവരുടെ കാര്യത്തിൽ എന്ത് ചെയ്യാൻ കഴിയും? വളരെ ആശങ്കയുണ്ട്. പക്ഷേ ഈ കാര്യത്തിൽ ഇപ്പോൾ ഇന്നലെ ഒരു ഹ്രസ്വമായ ആലോചനയിൽ ജില്ലാ കളക്ടർ, ബഹുമാനപ്പെട്ട മന്ത്രി ഉൾപ്പെടെയുള്ളവരുണ്ടായിരുന്നു. ഒരു ഹ്രസ്വമായ ആലോചനയിൽ ഇവരെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ സ്കൂളിലാണ് ഇന്നലെ താമസിച്ചത്. തുടർന്നും കുറച്ച് ദിവസങ്ങളിൽ ഏതായാലും ക്യാമ്പിൽ തന്നെ ആയിരിക്കണം. അതോടൊപ്പം തന്നെ ക്യാമ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ പണ്ട് പ്രളയത്തിൻ്റെ സമയത്ത് 2018 കാലഘട്ടത്തിൽ ഈ പ്രദേശത്തൊക്കെ ഉരുളുപൊട്ടി പ്രയാസങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ്. ആളുകൾ മരണപ്പെട്ട ഒരു മേഖലയാണിത്. അപ്പോൾ ഈ വീട് നഷ്ടപ്പെട്ട ആളുകളെയും അതോടൊപ്പം തന്നെ താമസയോഗ്യമല്ലാത്ത വീടുകളിലുള്ള ആളുകളെയും നമ്മൾ KSEBയുടെ ക്വാർട്ടേഴ്സാണ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അത് വെള്ളത്തൂല, കത്തിപ്പാറ അങ്ങനെയുള്ള ഏരിയയിലൊക്കെ ആ ക്വാർട്ടേഴ്സുകൾ താമസയോഗ്യമാണോ എന്ന് രാവിലെ തന്നെ പരിശോധിച്ചതിന് ശേഷം അതൊരു തീരുമാനമാക്കി മാറ്റാം എന്നുള്ളതാണ് ഇന്ന് രാവിലെ ബിജുവിൻ്റെ മൃതദേഹം കണ്ടെടുത്തതിന് ശേഷം ഉണ്ടായ ആ ഒരു ഹ്രസ്വമായ ആലോചനയിൽ തീരുമാനിച്ചിട്ടുള്ളത്. ഇതിപ്പം ദേശീയപാതയുടെ നിർമ്മാണം, അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. പല സ്ഥലത്തും സുരക്ഷാ ഭീഷണിയായിട്ട് ഇത്തരത്തിൽ മണ്ണെടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ദേശീയപാത അതോറിറ്റി എത്രത്തോളം കാര്യക്ഷമമായിട്ട് ഈ കാര്യങ്ങളൊക്കെ പരിശോധിക്കും? തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങൾ പരിശോധിക്കപ്പെടണം. ഇപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള അപാകതകൾ ഉണ്ടായിട്ടുണ്ടോ, ഇനി അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രിക്കോഷണറി മെഷേഴ്സിലേക്ക് കടക്കാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ, അതൊക്കെ പരിശോധിക്കപ്പെടട്ടെ. ഇപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഏതായാലും ഒരു ആശ്വാസം എന്ന് പറയുന്നത് ഒരു അത്യാഹിതം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് കണക്കിലെടുത്തുകൊണ്ട് നമ്മൾ ആളുകളെ ഇന്നലെ തന്നെ മാറ്റി പാർപ്പിച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു തരത്തിൽ വലിയൊരു അത്യാഹിതം ഒഴിവാക്കി എന്നുള്ളത് ഒരാശ്വാസം തന്നെയാണ്. തുടർന്ന് മറ്റു കാര്യങ്ങൾ ഉണ്ടാവാതെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. മറ്റു കാര്യങ്ങൾ ഒക്കെ അതിൻ്റെതായ ഔദ്യോഗികമായ തീരുമാനങ്ങൾ ഉണ്ടാകേണ്ടതാണ്.
തീർച്ചയായിട്ടും ഇടുക്കി MP ആണ് സംസാരിച്ചത്. നമുക്കറിയാം ഇന്നലെ 10 മണിക്ക് അപകടമുണ്ടായി. ആ ഘട്ടത്തിൽ തന്നെ ഇടുക്കി MP ഇവിടെ എത്തിയിരുന്നു. പറഞ്ഞതുപോലെ 22 കുടുംബങ്ങളെ ഈ ഒരു മണ്ണിടിച്ചിൽ ഭീഷണി അവിടെ ഒരു വലിയ രീതിയിലുള്ള ഒരു വിള്ളൽ രൂപപ്പെട്ടിരുന്നു. അപ്പോൾ മണ്ണിടിയാനുള്ള ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് പ്രാദേശിക ഭരണകൂടമാണ് ഈ 22 കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചത്. സന്ധ്യയും ബിജുവിനെയും ഇതുപോലെ തന്നെ മാറ്റി പാർപ്പിച്ചിരുന്നു. പക്ഷേ തറവാട്ട് വീട്ടിലേക്ക് ഭക്ഷണം കഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് ബിജു അങ്ങ് പോവുകയായിരുന്നു. അപ്പോഴാണ് ഈ മണ്ണിടിഞ്ഞ് വീണത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. 22 കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചതുകൊണ്ട് വലിയൊരു ദുരന്തം, വലിയൊരു ആഘാതമാണ് ഒഴിവായതെന്ന കാര്യത്തിൽ സംശയമില്ല.